ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ പ്രവാചകനായ വാര്യാപുരം യോനാച്ചായൻ. വാര്യാപുരം യോനാച്ചായനെക്കുറിച്ചുള്ള ചില അനുഭവങ്ങൾ, ചില ഓർമ്മകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൽ വളരെ ശക്തമായി പ്രയോജനപ്പെട്ട കേരളത്തിൻ്റെ പ്രവാചകനാകുന്ന വാര്യാപുരം യോനാച്ചായൻ അവറുകൾ 1992 ഞാൻ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അവിടെ കോളേജ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ വാര്യാപുരം യോനാച്ചായൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരികയുണ്ടായി. ഞാനവിടെ കൂടിയിരുന്ന ചർച്ചിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അതിൻ്റെ സമാപന ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വാര്യാപുരം യോനാച്ചായൻ കടന്നു വന്നു. തന്നോടൊപ്പം മറ്റൊരു കർത്തൃദാസനും ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചിരുന്ന് അന്ന് കടന്നു വന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയും അതോടൊന്നിച്ച് തന്നെ അവർ പ്രവചിക്കുകയും ചെയ്തു. പ്രവചിക്കുന്ന സന്ദർഭത്തിൽ, വചനം ശുശ്രൂഷിക്കുന്നതിന് മുന്നമേയാണ് പ്രവചിക്കുന്നത്. പ്രവചിക്കുന്ന സന്ദർഭത്തിൽ അവർ മുട്ടിന്മേൽ ഇരുന്ന് ഇരുവരും മാറി മാറി പ്രവചിക്കുകയായിരുന്നു. ആ പ്രവചന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. അങ്ങനെ മറക്കാനാവാത്ത അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമായിരുന്നു, അതിശക്തമാകുന്ന പ്രവാഹമായിരുന്നു. എന്നോടും അന്ന് പ്രവചിക്കുകയുണ്ടായി. ആ പ്രവചനം അന്നത്തെ കാലത്ത് ഈ ഓഡിയോ കാസറ്റ്സ് ഉണ്ടല്ലോ, അതിനകത്ത് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം അത് ഞാൻ എഴുതിയെടുക്കുകയുണ്ടായി. എനിക്ക് ഇപ്പോഴും ആ പ്രവചന ശബ്ദം, ഞാൻ എഴുതിയെടുത്ത പ്രവചന ശബ്ദം എൻ്റെ പക്കലുണ്ട്. ദേവദാസിൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് ഞാൻ അന്ന് പങ്കെടുത്തത്. അതിശക്തമാകുന്ന ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് എനിക്ക് വാര്യാപുരം യോനാച്ചായൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുവാൻ കഴിഞ്ഞു. ഒരു ഗർജനമായിരുന്നു, ഒരു സിംഹഗർജനമായിരുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹം ഗർജിക്കുന്നത് പോലെയായിരുന്നു വാര്യാപുരം യോനാച്ചായൻ പ്രവചിക്കുന്നത്. പ്രവചിക്കുന്നതിന് മുന്നമേ പറയുന്ന ചില അന്യഭാഷകളുണ്ട്. അത് വളരെ വ്യത്യസ്തമാകുന്നതും ഉയർന്നതുമാകുന്ന അന്യഭാഷയായിരുന്നു. അന്നത് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് അന്യഭാഷയെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കിയതിനാൽ, പഠിച്ചതിനാൽ എനിക്കറിയാം വളരെ വ്യത്യസ്തമായതും ഉന്നതമാകുന്ന ഉയർന്നതുമായ അന്യഭാഷയിലായിരുന്നു വാര്യാപുരം യോനാച്ചായൻ അന്ന് ശുശ്രൂഷിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞിരുന്നത്. അങ്ങനെ അത് മറക്കാനാവാത്ത ഒരു സമയമായിരുന്നു. 1992 പൂനെയിൽ നടന്ന ആ ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞത് വളരെ വളരെ അത്ഭുതകരമാകുന്ന ദൈവം നൽകിയ ഒരു വലിയ അവസരമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചക ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ 5 ഫോൾഡ് മിനിസ്ട്രി 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലെ വളരെ പരിചിതമാകുന്ന ഭാഗങ്ങൾ. അപ്പോസ്തോലന്മാർ, അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. പ്രവാചകന്മാരുടെ ഓഫീസ്, പ്രോഫറ്റിക് ഓഫീസ്, പ്രവാചകൻ്റെ ഓഫീസ്. ആ പ്രവാചകൻ്റെ ഓഫീസിൽ ശക്തമായി പ്രയോജനപ്പെട്ട പ്രവാചകനായിരുന്നു കർത്താവിൻ്റെ ദാസൻ വാര്യാപുരം യോനാച്ചായൻ അവറുകൾ. 1920-കളിലൊക്കെ കേരളത്തിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ സമയത്താണ് അസൂസ സ്ട്രീറ്റിൽ ഉണർവ് 1906 സംഭവിക്കുന്നത്. 1906 അസൂസ സ്ട്രീറ്റിൽ ഉണർവ് സംഭവിച്ചതിന് ശേഷമായിട്ട് അസൂസ സ്ട്രീറ്റിൽ നിന്ന് ജോർജ് ബർഗ് എന്ന് പറയുന്ന ഒരു സായിപ്പ് ഇന്ത്യയിൽ അടൂരിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുകയുണ്ടായി. അതിനുശേഷം ജോർജ് ബർഗ് സായിപ്പ് മടങ്ങിപ്പോയി. ജോർജ് ബർഗ് സായിപ്പ് അസൂസയ്ക്കടുത്തൊരു സ്ഥലത്തൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കുമ്പോഴാകുന്നു റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന ദൈവദാസൻ ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നത്. അങ്ങനെ റോബർട്ട് എഫ് കുക്ക് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അതോടൊന്നിച്ച് തന്നെ കേരളത്തിൽ ആ സമയത്തൊരു ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പരിശുദ്ധാത്മ ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂവത്തൂർ ഉണർവ്, ART അതിശയം വന്ന് ശുശ്രൂഷിക്കുന്നു. കർത്താവിനദാസൻ ART അതിശയം വന്ന് ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ഒരു പരിശുദ്ധാത്മ ചലനം തുടങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ കുക്ക് സാഹിബ് ഇന്ത്യയിൽ എത്തിച്ചേർന്നു.
കുക്കുസായിപ്പിലൂടെ വളരെ ശക്തമാകുന്ന ദൈവപ്രവൃത്തികൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായി. അങ്ങനെ വാര്യാപുരത്ത് പരിശുദ്ധാത്മ ചലനമായി. ഈ വാര്യാപുരം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം കേരളത്തിൽ ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ വളരെ സുപരിചിതമാകുന്നൊരു പേരാണ്. ഈ പേര് സുപരിചിതമാകുവാൻ കാരണം വാര്യാപുരം യോനാച്ചായനാണ്. അല്ലെങ്കിൽ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള വാര്യാപുരം എന്ന് പറയുന്ന സ്ഥലം ആരും അറിയുമായിരുന്നില്ല. വാര്യാപുരത്ത് ആ സമയങ്ങളിൽ കേരളത്തിൽ 1920, 25 ആ സമയങ്ങളിൽ നടന്ന ഉണർവ് വാര്യാപുരത്തെയും സ്വാധീനിക്കുകയുണ്ടായി. അവിടെ അന്ന് മാടപ്പള്ളിയിൽ സ്കറിയാച്ചൻ മറിയാമ്മ ദമ്പതികൾ അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെടുത്തിയത് റോബർട്ട് എഫ് കുക്ക് അവറുകളാകുന്നു. കർത്താവിന്റെ ദാസൻ കുക്കുസായിപ്പാകുന്നു സ്കറിയാച്ചനെയും മറിയാമ്മയെയും സ്നാനപ്പെടുത്തിയത്. ആ സ്കറിയാച്ചൻ്റെയും മറിയാമ്മയുടെയും മകനായിട്ടാകുന്നു 1930 സെപ്റ്റംബർ മാസം 16-ാം തീയതി വാര്യാപുരൻ യോനാച്ചായൻ എന്നറിയപ്പെടുന്ന MS ജോൺ ഈ ഭൂമിയിൽ ഭൂജാതനായത്. MS ജോൺ, മാടപ്പള്ളിയിൽ സ്കറിയ ജോൺ, MS ജോൺ തൻ്റെ ബാല്യകാലം, തൻ്റെ വിദ്യാഭ്യാസ സമയങ്ങൾ, ആ സമയങ്ങളിലൊക്കെ കർത്താവിനോട് വലിയ അടുത്ത ബന്ധമില്ലാതെ മുന്നോട്ട് പോയി. മാത്രമല്ല പിന്നെ AV തോമസ് എസ്റ്റേറ്റിൽ ജോലിക്കാരനായി തീർന്നു. ജോലിക്കാരനായി തീർന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും തുടങ്ങി. കല്യാണവും കഴിച്ചു. 1951 വിവാഹിതനായി മേരിക്കുട്ടി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയെയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ അവരുടെ കുടുംബജീവിതം 1951 ആരംഭിച്ചു. എന്നാൽ യേശുക്രിസ്തുവുമായി ബന്ധമില്ല. കർത്താവിൻ്റെ ദാസി മേരിക്കുട്ടി അവറുകൾക്ക് കർത്താവുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. MS ജോൺ അവറുകൾക്ക് കർത്താവുമായി ബന്ധമില്ലാത്തൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അതോടൊന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും പ്രവേശിച്ചു. അങ്ങനെ ആയിരുന്ന സന്ദർഭത്തിലാണ് 1962 ആയപ്പോഴേക്കും MS ജോണിൽ ചില മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങി. അതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥന. സ്കറിയാച്ചനും മറിയാമ്മയും പ്രാർത്ഥിക്കുകയാണ്. ഭാര്യ മേരിക്കുട്ടി പ്രാർത്ഥിക്കുകയാണ്. MS ജോണിൻ്റെ വിടുതലിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, യേശുവിനുള്ള വ്യക്തിയായി തീരുവാൻ വേണ്ടി അവരെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന MS ജോണിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തുടങ്ങി. മറന്നുപോകരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവിനാൽ ചിലർ സ്വാധീനിക്കപ്പെടും. ചിലർ മാറ്റമില്ലാതെ ഇപ്പോൾ ആയിരിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കാണുന്നില്ല. തളർന്നു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. ഭർത്താക്കന്മാർ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആശ കൈവിടരുത്, ആശ കൈവിടരുത്. MS ജോൺ അവരുടെ മാനസാന്തരം നിങ്ങൾ ശ്രദ്ധിക്കുക. മേരിക്കുട്ടി എന്ന തൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാകുന്നു, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാകുന്നു ദൈവം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയത്. ആ രൂപാന്തരം വലിയ രൂപാന്തരമായി തീർന്നു. കേരളക്കരയ്ക്ക് മുഴുവൻ, മലയാളി സമൂഹത്തിന് മുഴുവൻ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വലിയ ഒരു രൂപാന്തരമായി തീർന്നു. ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു. 1963 ആയപ്പോഴേക്കും ആ മാറ്റങ്ങൾ സജീവമായി. ഒരു ദിവസം 1963 ഉള്ള ഏതോ ഒരു ദിവസം സന്ധ്യയ്ക്ക് അത് ശക്തമായി കഴിഞ്ഞപ്പോൾ MS ജോൺ അവറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ തനിക്ക് 33 വയസ്സുണ്ട്. MS ജോൺ അവറുകൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന വലിയൊരു മാനസാന്തരത്തിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. കരയുവാൻ തുടങ്ങി. പാപങ്ങൾ ഓരോന്നോരോന്ന് ഏറ്റുപറയുവാൻ തുടങ്ങി. 7 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന ഞാൻ 8 മണിക്കും തീരുന്നില്ല, 9 മണിക്കും തീരുന്നില്ല, 10 മണിക്കും തീരുന്നില്ല, 11 മണിക്കും തീരുന്നില്ല, 12 മണിക്കും തീരുന്നില്ല. വീട്ടിൽ ഇപ്പോൾ സ്കറിയാച്ചായനും മറിയാമ്മയും അല്ലെങ്കിൽ MS ജോൺ അവറുകളുടെ മാതാപിതാക്കൾ, ആ ബഹുമാന്യരാകുന്ന മാതാപിതാക്കൾ മകൻ്റെ മാനസാന്തരത്തിൻ്റെ ശബ്ദം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ മേരിക്കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇതാ തൻ്റെ ഭർത്താവിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഭാര്യ ആ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രാർത്ഥന നീണ്ടുപോയപ്പോൾ 12 മണിയൊക്കെ ആയപ്പോൾ ഭാര്യ മേരിക്കുട്ടി വന്നിട്ട് യോനാച്ചായനോട് പറഞ്ഞു, MS ജോൺ അവറുകളോട്, തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ, ഒത്തിരി നേരമായല്ലോ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു, പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അച്ഛാ വന്ന് കിടന്നുറങ്ങ്.
എന്നാൽ വാര്യാപുര യോനാച്ചായൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥനയിൽ തുടരുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങിയെങ്കിലും ആ രാത്രി മുഴുവൻ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുകയുണ്ടായി. 12 മണി, 1 മണി, 2 മണി, 3 മണി, ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 7 മണി വരെ ആ പ്രാർത്ഥന തുടർന്നു. ഉറക്കമില്ലാതെ 7 മണി വരെ പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ടൊരു ദൃഢതീരുമാനത്തോടു കൂടിയാണ് താൻ എഴുന്നേറ്റത്. തൻ്റെ ഭാര്യയോട് പറഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയില്ല. വാര്യാപുരത്ത് ആ വീടിനടുത്ത് തന്നെയാണ്, അധികം ദൂരമല്ലാതെ അവിടെ ദൈവസഭയുടെ ഹാളുണ്ട്. ആ പ്രഭാതത്തിൽ തന്നെ ദൈവസഭയുടെ ഹാളിലേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വന്നു, അവിടുത്തെ ലോക്കൽ പാസ്റ്റർ വന്നു. പാസ്റ്റർ മനസ്സിലായി, ഈ വ്യക്തിയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. നാളുകളായിട്ട് അവരെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു, അവരെല്ലാം ആഗ്രഹിക്കുകയായിരുന്നു MS ജോൺ അവരുടെ രൂപാന്തരീകരണത്തിന് വേണ്ടി. ഇപ്പോൾ ഇതാ ചർച്ച് ഹാളിൽ വന്നിരുന്നിട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് മറ്റുള്ള വിശ്വാസികൾ അറിഞ്ഞു. വിശ്വാസികളുടെ ഇടയിൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരെല്ലാവരും അവർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അതൊരു ഉണർവ് യോഗം പോലെയായി. ആ പ്രാർത്ഥന ചില ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാകുന്നു കർത്താവിൻ്റെ ദാസൻ MS ജോൺ അവറുകൾ, വാര്യാപുരം യോനാച്ചായൻ അവറുകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ചർച്ചിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഭാര്യ മേരിക്കുട്ടി അവറുകൾ പറഞ്ഞിരുന്നു, അച്ഛാ, പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നിശ്ചയമായിട്ടും നിറയ്ക്കും, ഇത്രയും രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചതല്ലേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ വാര്യാപുര യോനാച്ചായൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഈ സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഞഞ്ഞാപിഞ്ഞ പോലെയുള്ള ആമീൻ ലല്ലല്ല തത്ത തത്ത 1-2 വാക്കുകൾ പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സമൃദ്ധിയായി അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുന്ന ആ അളവിൽ ഭാഷാ വരം എനിക്ക് ലഭിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അന്യഭാഷയുടെ ശക്തിയെക്കുറിച്ച്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് മൂലമുണ്ടാകുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൊടുത്തു, വളരെ വ്യക്തമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ഹൈ ലെവലിലുള്ള അന്യഭാഷയാണ് കർത്താവിൻ്റെ ദാസൻ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. ഞാനത് 1992 ഞാനത് നേരിട്ട് കേട്ടതാണ്. വളരെ റിച്ചായിട്ടുള്ള അന്യഭാഷയായിരുന്നു കർത്താവിൻ്റെ ദാസൻ വാര്യാപുരം യോനാച്ചായൻ അവറുകൾ സംസാരിച്ചിരുന്നത്, വളരെ ശക്തമായിട്ട്. അത് ഹൃദയത്തിലെ നല്ല ആഗ്രഹമാണ്. നല്ല ആഗ്രഹത്തോടുകൂടെ ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞാൻ പറയുന്ന ഭാഷ പോലും സമ്പന്നമായിരിക്കണമേ, സമൃദ്ധമായിരിക്കണമേ, ഉന്നതമായിരിക്കണമേ. ആ ഒരു വലിയ ആഴത്തിലുള്ള ആ ആഗ്രഹം അത് ദൈവസന്നിധിയിൽ പ്രകടിപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അങ്ങനെ തന്നെ നിറച്ചു. വളരെ റിച്ചായിട്ടുള്ള, വളരെ സമ്പന്നമായ, സമൃദ്ധമാകുന്ന അന്യഭാഷയാൽ സമൃദ്ധമായി സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ഒഴുക്കോടുകൂടെ സംസാരിക്കുവാൻ കഴിയുന്ന, അതിശക്തമാകുന്ന, വേണമെങ്കിൽ ആ അന്യഭാഷയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധികളെ തകർത്ത് കളയുവാൻ പ്രാപ്തിയുള്ള ആ ഉന്നതമാകുന്ന ഭാഷയാൽ കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുകയും നിറയുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അധികം വൈകുന്നതിന് മുന്നമേ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടെ പ്രാർത്ഥനാ ജീവിതം സജീവമായി. തുടക്കത്തിൽ തന്നെ ലഭ്യമായ പ്രാർത്ഥന, ആ മാനസാന്തരം ഉണ്ടായ ദിവസം ലഭ്യമായ പ്രാർത്ഥന തന്നെ ദീർഘമണിക്കൂറുകളല്ലായിരുന്നു. അതിനാൽ തൻ്റെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ ജീവിതം വളരെ ശക്തമായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റിട്ട് തൻ്റെ ഭാര്യ മറിയക്കുട്ടിയോട് പറയുകയുണ്ടായി, ഞാൻ കന്യാകുമാരി മുനമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുന്നു. അങ്ങനെ യാത്രയായി. അന്നത്തെ കാലത്ത് ബസ്സോ വാഹനങ്ങളോ ഒന്നുമില്ല. അതിനാൽ നടന്നും കാളവണ്ടിയിലുമായിട്ട് കന്യാകുമാരി മുനമ്പ് വരെ എത്തി. ചില ദിവസങ്ങളെടുത്ത് കാണും. കന്യാകുമാരി മുനമ്പിലെത്തി അവിടെ ഒരു മുറിയെടുത്തിട്ട് ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന മുന്നോട്ട് പോയപ്പോൾ അതിനിടയിൽ ക്രിസ്തുദാസ് എന്ന് പറയുന്ന മറ്റൊരു ദേവദാസനോട് കൂടെ അദ്ദേഹം കൂടെ വാര്യാപുരം യോനാച്ചായൻ അവറുകളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇരുവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നീണ്ടുപോയി. സാധാരണഗതിയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നമുക്കറിയാം 7 ദിവസം, അല്ലെങ്കിൽ 21 ദിവസം, അല്ലെങ്കിൽ 40 ദിവസം. 40 ദിവസത്തിൽ കൂടുതൽ സാധാരണ ആരും ഉപവസിക്കാറില്ല. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥന നീണ്ടുപോയി 65 ദിവസം ഉപവസിക്കുകയുണ്ടായി. വാര്യാപുരം യോനാച്ചായൻ 65 ദിവസവും ഉപവസിക്കുകയുണ്ടായി. 65 ദിവസവും ഉപവസിച്ചതിന് ശേഷമാണ് മടങ്ങി വരുന്നത്.
ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സമയത്ത് തന്നെ പ്രവചിക്കുകയുണ്ടായി. എന്നാൽ ഈ 65 ദിവസവും ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ എൻകൗണ്ടർ നടന്നു എന്ന് ഉറപ്പാണ്. വലിയൊരു എൻകൗണ്ടർ നടന്നു എന്ന് ഉറപ്പാണ്. അത് മുഖാന്തരം തിരിച്ചു വരുമ്പോൾ ഒരു സിംഹഗർജനമായിട്ടാണ് മടങ്ങി വരുന്നത്. ഈ പ്രവചിക്കുന്ന സന്ദർഭത്തിൽ ആരംഭത്തിൽ അങ്ങോട്ട് ആ പ്രവചനം തുടങ്ങുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടും, ഒരു സിംഹഗർജനം തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ മകനെ എന്ന് വിളിക്കുന്നു. മകനെ എന്ന് വിളിക്കുമ്പോൾ അതൊരു ഗർജനമാണ്. ഈ 65 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിശയകരം, വളരെ വളരെ അതിശയകരം, കേരളക്കരയ്ക്ക് അതിശക്തനാകുന്നൊരു പ്രവാചകനെ ലഭിച്ചു. ദൈവദാസിൻ്റെ പ്രവാചക ശുശ്രൂഷ മുഖാന്തരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് 10,000-കണക്കിന് ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടു. അന്ന് 1963 മുതൽ 1994 വരെ ഏകദേശം 31 വർഷക്കാലം ദൈവരാജ്യത്തിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ജീവിത സാക്ഷ്യം, തൻ്റെ ജീവിതത്തിന് കേടുവരാതെ ആമേൻ തീരുമാനങ്ങളുള്ള പ്രവാചകനായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുകയുണ്ടായി. 63 ആ ഉപവാസ പ്രാർത്ഥന, 65 ദിവസം നീണ്ടുനിന്ന ഉപവാസ പ്രാർത്ഥന. അവിടെ ശ്രദ്ധിക്കുക, ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവർ, ഒരു കോളിംഗ് ഉള്ളവർ, ചില നാളുകൾ ചിലപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നത് ഉപകാരപ്രദമാണ്. ഉപവസിക്കുവാൻ നിയോഗം ലഭിക്കുകയാണെങ്കിൽ ഉപവസിക്കണം. പ്രാർത്ഥന, ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ പരിശീലിക്കണം. കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ഈ നല്ല കാര്യങ്ങളാണ് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം അതിശക്തമായിരുന്നു. വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ ജീവിതം ദീർഘമണിക്കൂറുകൾ നീണ്ടു നിന്നതാണ്, അതിശക്തമായിരുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ 10,000-കണക്കിന് ആളുകൾ അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. ഒന്നാമതായിട്ട് അഭിഷക്തൻ്റെ പ്രാർത്ഥനാ ജീവിതം കേടുകൂടാതെ 31 വർഷക്കാലവും സൂക്ഷിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നില്ല. രാത്രികാലങ്ങളിലുള്ള പ്രാർത്ഥനയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് അതിനുശേഷമാണ് വീട്ടിൽ വെച്ച് ഈ ശുശ്രൂഷ വ്യാപിക്കുവാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ വെച്ച് ആഴ്ചയിൽ ഒരു ദിവസം ആളുകളുടെ വിടുതലിന് വേണ്ടി, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, 1963 തൻ്റെ ജീവിതം മാനസാന്തരപ്പെട്ടതോടുകൂടെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഞാനൊരു ഉപകാരിയായിത്തീരണം, ഒരു അനുഗ്രഹമായിത്തീരണം, ഒരു ബ്ലെസ്സിങ് ആയിത്തീരണം. വിടുതലുകളും മറ്റുള്ളവരുടെ അനുഗ്രഹവും കാണുവാൻ വേണ്ടി മാത്രം ആ ജീവിതത്തെ കർത്താവ് അങ്ങ് മാറ്റുകയുണ്ടായി. തൻ്റെ ജീവിതം അതിനുവേണ്ടി അങ്ങ് കർത്താവിനാൽ രൂപാന്തരപ്പെട്ട് അതിനുവേണ്ടി അങ്ങ് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്നത്. വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടക്കുമ്പോൾ അനേകം സ്ഥലങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടി ആളുകൾ കടന്നു വരും. ഇപ്പോൾ ഒരാളുടെ വിടുതലിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ആളിനും മാറ്റവും സൗഖ്യവും വിടുതലും ഉണ്ടാകാതെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയില്ല. തന്നിൽ വ്യാപരിച്ച ഭൂതശാന്തി ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ ഭൂതശാന്തി ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, വീട്ടിൽ വെച്ച് ഭൂതശാന്തി ശുശ്രൂഷയിൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായിട്ടും സ്വതന്ത്രനാകാതെ, അതിന് എത്ര മണിക്കൂർ എടുത്താലും പൂർണ്ണമായും സ്വതന്ത്രനാകാതെ പിന്മാറത്തില്ല. ആ ഒരു സമീപനമായിരുന്നു കർത്താവിൻ്റെ ദാസൻ വാര്യാപുരം യോനാച്ചായൻ അവറുകളുടേത്. ജനം വിടുവിക്കപ്പെടണം, ജനം സ്വതന്ത്രരാകണം, അവർ യേശുവിനോട് അടുക്കണം, അവർ യേശുവിന് വേണ്ടി ജീവിക്കണം. തീവ്രമാകുന്ന ആഗ്രഹം. ഈ കൃപാവരങ്ങൾ അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ലഭിച്ച കൃപാവരം, അതാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. തൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ പുതപ്പ് വന്നു വീണു. ദൈവം കൃപകളാൽ നിറച്ചു. പ്രവചിക്കുക മാത്രമല്ല, രോഗികൾ സൗഖ്യമാകുന്ന നിലയിൽ, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നിലയിൽ കൃപകളാൽ ആ അഭിഷക്തൻ പ്രയോജനപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ആ കൃപകളെല്ലാം, ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ കൃപകളെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഒരാളുടെ മാറ്റത്തിനും വിടുതലിനും വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത്.
അത് വർദ്ധിച്ചു വിശാലമാകുവാൻ തുടങ്ങിയ ശുശ്രൂഷ മുഖാന്തരം അനേകർക്ക് അനുഗ്രഹം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിഞ്ഞു. അനേകർ രക്ഷിക്കപ്പെട്ടു, അനേകർ സ്നാനപ്പെടുവാൻ തുടങ്ങി, അനേകർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അനേകർ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്ര പ്രവാചകന്മാരെ കർത്താവിൻ്റെ ദാസൻ എഴുന്നേൽപ്പിക്കുകയുണ്ടായി. ഈ നിലയിൽ ശുശ്രൂഷ മുന്നോട്ട് പോകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേൾക്കുവാൻ കഴിഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ടവരോട് ചില സന്ദർഭങ്ങളിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത വാര്യാപുരം യോനാച്ചായൻ അവറുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ആ അന്യഭാഷ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. കൽക്കട്ടയിൽ ആയിരുന്ന സന്ദർഭത്തിൽ അവിടെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ കൊറിയക്കാരനാകുന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞു, നിങ്ങൾ കൊറിയൻ ഭാഷയിൽ എന്നോട് സംസാരിക്കുന്നു. ആ വ്യക്തിക്ക് മാറ്റമുണ്ടായി. ആ വ്യക്തി യേശുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. കൊറിയൻ ഭാഷയിൽ അന്യഭാഷയിൽ സംസാരിച്ചു. തീരുമാനങ്ങൾ, ശക്തമാകുന്ന തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തീരുമാനം എന്ന് പറയുന്നത് ശാരീരിക സൗഖ്യത്തിന് വേണ്ടി, ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകുകയോ മരുന്നെടുക്കുകയോ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. 1994 ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും വരെ 31 വർഷക്കാലം ഒരാശുപത്രിയിലും പോയില്ല, ഒരു മരുന്നും ഈ അഭിഷക്തൻ സ്വീകരിച്ചില്ല. ആ മരുന്ന് കൂടാതെ തന്നെ ശാരീരിക സൗഖ്യത്തിന് യേശുവിൻ്റെ വചനം മാത്രമാണ് സ്വീകരിച്ചിരുന്നത്. രണ്ടാമതായിട്ട് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തെങ്ങും പോയി ശുശ്രൂഷിക്കില്ല, വേറെ ഒരു രാജ്യത്തും പോയി ശുശ്രൂഷിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. അനേകർ വിളിച്ചു. അമേരിക്കയിൽ നിന്ന് ആളുകൾ ഇൻവൈറ്റ് ചെയ്തു, കൊറിയയിൽ നിന്ന് ശക്തരാകുന്ന ദൈവദാസന്മാർ ഇൻവൈറ്റ് ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അന്ന് എല്ലാ ദൈവദാസന്മാരും പോകുമായിരുന്നല്ലോ, അവിടെ നിന്നെല്ലാം ഇൻവിറ്റേഷൻസ് ഉണ്ടായി. എന്നാൽ വേറെ ഒരു രാജ്യത്തും പോകുകയില്ല, ഇന്ത്യയിൽ മാത്രം നിന്ന് ഇന്ത്യയിലെ ജനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിന് വേണ്ടിയാണ് എൻ്റെ കോളിങ്, അവർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരുമെന്നുള്ള ആ തീരുമാനത്തിൽ അഭിഷക്തൻ ഉറച്ചു നിൽക്കുകയുണ്ടായി. ഈ നിലയിലുള്ള ഭയങ്കര തീരുമാനങ്ങൾ, അതിൽ നിന്ന് അല്പം പോലും പുറകോട്ടു പോകാതെ ഉറച്ചു നിൽക്കുന്ന അഭിഷക്തനായിരുന്നു കർത്താവിൻ്റെ ദാസൻ വാര്യാപുരം യോനാച്ചായൻ അവറുകൾ. തനിക്ക് ലഭിക്കുന്ന നന്മകൾ മുഴുവൻ ദൈവരാജ്യ സംബന്ധമായി ചിലവഴിക്കുകയായിരുന്നു. ആ നിലയിൽ ഗിവിങ്, കൊടുക്കുന്നതിൽ വളരെ ഉയർന്ന നിലയിലായിരുന്നു വാര്യാപുരം യോനാച്ചായന് ലഭിക്കുന്ന നന്മകളൊക്കെയും ദൈവരാജ്യ സംബന്ധമാകുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി ധാരാളമായി കൊടുക്കുക. അത്ഭുതകരം. നമുക്ക് നല്ല മാതൃകയാക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ ശബ്ദമായിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ വാര്യാപുരം യോനാച്ചായൻ. ഈ തലമുറയിൽ അനേക അഭിഷക്തരെ വീണ്ടും കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. വാര്യാപുരം യോനാച്ചായൻ്റെ മരണക്കിടക്കയിൽ മുഴങ്ങിക്കെട്ട പ്രവചന ശബ്ദമാകുന്നു, വടക്കുനിന്നു വാൾ, തെക്കുനിന്നു തീ. ഇന്ത്യയെക്കുറിച്ചുള്ള പ്രവചനമാണ്. വടക്കുനിന്നു വാൾ, തെക്കുനിന്നു തീ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് 1994 മാർച്ച് മാസത്തിലാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. സമാപന സമയങ്ങളിൽ അല്പം അൺകോൺഷ്യസ് ആയ സന്ദർഭങ്ങളിലെല്ലാം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൺകോൺഷ്യസ് ആയിരിക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൺകോൺഷ്യസ് ആയിരിക്കുന്ന സന്ദർഭത്തിലും അന്യഭാഷ പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്കുകളായിരുന്നു, വടക്കുനിന്നു വാൾ, തെക്കുനിന്നു തീ. പ്രിയമുള്ളവരെ, അത് നടപ്പിലാകാൻ പോകുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. വടക്കുനിന്നു വാൾ, തെക്കുനിന്നു തീ. ഇന്നിപ്പോൾ തെക്ക് നിന്ന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ തീ കത്തിപ്പടരുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീക്കൊരു പ്രത്യേകതയുണ്ട്. തെക്ക് കത്തിക്കഴിഞ്ഞാൽ അത് വടക്കിനെയും കത്തിക്കും, കിഴക്കിനെയും കത്തിക്കും, പടിഞ്ഞാറിനെയും കത്തിക്കും. കത്തിക്കുന്ന തീ, പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന ഒരു സമയത്ത് നാം ആയിരിക്കുന്നതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പുതിയ തലമുറയിലുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ ചരിത്രങ്ങൾ വായിക്കണം, പഠിക്കണം, അറിയണം. ഈ ദൈവദാസന്മാർ, ഈ ദൈവഭൃത്യന്മാർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെട്ട മുൻകാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പുതിയ സമർപ്പണത്തോടെ, പുത്തൻ തീരുമാനങ്ങളോടുകൂടെ ദൈവരാജ്യത്തിൽ അധ്വാനിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു പ്രവാചക സമൂഹത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. കാരണം കർത്താവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുമ്പോൾ ഏറ്റവും ശക്തമാകുവാൻ പോകുന്ന ഒരു ഗിഫ്റ്റാണ് പ്രൊഫസി എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ അയക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതിലേക്ക് കർത്താവ്
നിങ്ങളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശക്തന്മാരാകുന്ന പ്രവാചകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തലമുറയിലെ വാര്യാപുരം യോനാച്ചായന്മാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക, സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട അനുഭവങ്ങൾ മുഖാന്തരമായി അനേകർ സ്പർശിക്കപ്പെടുവാനും അനേകർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും യേശുവിനോട് ചേർന്ന് ജീവിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരുടെ ഒരു ഗണം എഴുന്നേറ്റ് വരട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ആമേൻ. യഹൂദാ ഗോത്രത്തിലെ സിംഹം ഗർജിക്കുന്നത് പോലെയുള്ള പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബാധകളും വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുന്നു. യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരമിപ്പോൾ അവരുടെ മേൽ വരുന്നു. രോഗശക്തികൾ അവരെ വിട്ടുപോകുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ നട്ടലിൻ്റെ മേലുള്ള രോഗബാധകൾ വിട്ടുപോകട്ടെ. അസ്ഥികളുടെ മേലുള്ള രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നവരെ ഉദ്ധരിക്കണം കർത്താവേ. വിശേഷിച്ചും കർത്താവേ, ആമേൻ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവേ, അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഞെരുക്കങ്ങൾ മാറിപ്പോകണം, വഴിതടസ്സങ്ങൾ മാറിപ്പോകണം. ജോലിയില്ലാത്തവരെ കർത്താവെ അവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുത്ത് നല്ല ജോലിയിൽ അവരെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശയങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുന്നവരെ കുറിച്ച് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് വഴികൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.